അപ്പോഴേ നമുക്കിന്നൊരു തട്ടിക്കൂട്ട് ഫ്രൂട്ട് സലാഡ് വീഡിയോ കണ്ടാലോ? ഇതിനെ ഫ്രൂട്ട് സലാഡ് എന്നൊന്നും വിളിക്കാൻ പറ്റൂല, എങ്കിൽ പിന്നെ നമുക്ക് വേറൊരു പേരിടേണ്ടി വരും. എന്ത് തന്നെ ആയാലും കഴിക്കാനുള്ള സാധനമല്ലേ. അപ്പോൾ പിന്നെ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എന്നെപ്പോലെ ഓവറായിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് കുക്കിങ്ങൊക്കെ അറിയാം കേട്ടോ, എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കുക്കിങ്ങൊന്നും അറിയില്ല. അപ്പോൾ എന്നെപ്പോലെ ഇതൊക്കെ കഴിക്കണം പക്ഷെ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അതായത് ആദ്യം നമ്മൾ കസ്റ്റാർഡ് പൗഡർ പാലിൽ കലക്കി വെക്കണം. അതിനുശേഷം എന്നിട്ട് നമ്മളതൊരു 1 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെക്കണം. തണുപ്പിക്കാൻ വെച്ചതിന് ശേഷം നമ്മളിതെടുത്ത് വെച്ചതാണ് ആ ബാറ്റർ നിങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് നമ്മുടെ പഴം, പൈനാപ്പിള്, പിന്നെ ഈ മുതുക്ക് ഈത്തപ്പഴം ഇട്ടേക്കുന്നത്. നമ്മൾ വീട്ടിൽ കുറച്ച് പേരേ ഉള്ളൂ, അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മുതുക്കെണ്ണം വീതം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. കുഞ്ഞു കുഞ്ഞായിട്ട് നമുക്ക് വേണമെങ്കിൽ അരിഞ്ഞു ഇടാം. പിന്നെ അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത, അങ്ങനെയുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്കിതിനകത്ത് ഇടാം, നമ്മുടെ കയ്യിലുള്ള പോലെ. എൻ്റെ കയ്യിൽ എന്തായാലും ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ വാരി ലാവിഷായിട്ടങ്ങ് ഇട്ട്, എന്നിട്ട് ഇതിനെ ഞാൻ എല്ലാം കൂടി വെച്ച്. പക്ഷേ ഇപ്പോൾ ഡയറ്റിലായതുകൊണ്ട് ഞാൻ മധുരമൊന്നും ഇട്ടിട്ടില്ല. കാരണം ഡയറ്റിലായതുകൊണ്ട് മധുരം ഇട്ടാൽ അത് ശരിയാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് അതിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത്, മനസ്സിലായില്ലേ, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ഇനി ഒരു അരമണിക്കൂറും കൂടെ ഫ്രിഡ്ജിൽ വയ്ക്കാം, എന്നിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പം ഇത് അത്രേ ഉള്ളൂ. എന്നിട്ട് അതിനകത്ത് നമുക്ക് എന്തോന്നിടാം, നമ്മുടെ കസ്കസ് ഇല്ലേ, കസ്കസ് ഇടാം. അതിന് ചിയാ സീഡും ഇടാം. ചിയാ സീഡ് ആകുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും. അല്ലാതെ നമ്മുടെ കസ്കസ് ഉണ്ടല്ലോ, നാരങ്ങ വെള്ളത്തിലൊക്കെ ഇടുന്ന ആ കസ്കസും ഇടാം. അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ കുറച്ചൊന്ന്, എന്ന് വെച്ചാൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ഇളക്ക് കൂടുതൽ ഇളക്കിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ അത്ര ഇളക്കണമെന്നില്ല. അപ്പം ബാക്കി ഇരുന്ന കസ്കസും കൂടെയൊക്കെ എടുത്ത് വെച്ച് ഞാനിങ്ങനെ സെറ്റാക്കി ഇങ്ങനെ പൊത്തി ഫ്രിഡ്ജിൽ വെച്ച്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുഹബത്ത് ക സർബത്ത, അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, അതാണ്. മുഹബത്ത് കി സർബത്തോ, ഇഷ്ടമുള്ള എന്തോണോ വിളിക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കണം, ആദ്യം കുറച്ച് പൈനാപ്പിൾ നന്നായിട്ട് കുരു കളഞ്ഞ് ചോപ്പ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ റോസ് സിറപ്പ് എടുക്കണം. എല്ലാ മാർജിൻ ഫ്രീയിലും കിട്ടും റോസ് സിറപ്പ്. ഇത് ഭയങ്കര റിഫ്രഷിങ് ആയിട്ടുള്ള ഒരു ജ്യൂസ് പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ജ്യൂസ് എന്ന് പറയാൻ പറ്റില്ല, ജ്യൂസ് ആകുമ്പോൾ നമ്മൾ അടിച്ചെടുക്കുന്നതല്ലേ. അല്ലാതെ എന്തോന്നാണ് ഇതിനെ പറയുന്നത്, സർബത്ത്, അത് തന്നെ. അപ്പോൾ ഭയങ്കര റിഫ്രഷിങ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഈ റോസ് സിറപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും വേണ്ട, ഒരു 2 അടപ്പ് അത്രയൊക്കെ മതി. പിന്നെ നമ്മൾ ലാവിഷായിട്ട് അതിന് ചുറ്റും പാലൊഴിക്കണം. ഇതെന്ന് പറഞ്ഞാൽ മടിച്ച് കോതൊക്കെ ഉള്ളതാണേ ഈ പിന്നെ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. അല്ലാതെ കുക്കിംഗ് അല്ലാതെ ഭയങ്കരമായിട്ട് എല്ലാം അറിയാവുന്ന ആൾക്കാരുണ്ട്, അവർക്കുള്ളതല്ല, ഭയങ്കരമായിട്ട് മടിച്ചൊക്കെ ഉള്ളതാണ്. എന്നെപ്പോലെ കഴിക്കണം പക്ഷെ മടിയാണ് എന്നുള്ളവർക്കുള്ളത്. അപ്പം എന്നിട്ട് നമ്മൾ ചെയ്യണം, പാലൊഴിച്ചിട്ട് ഇത് കുറച്ച് തിക്കായിരിക്കും. അപ്പം അതിൻ്റെ ആ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നിന്ന് മാറി നമുക്ക് കുറച്ച് നല്ല ലൂസാക്കി കുടിച്ചാലേ ആ ഒരു സർബത്തിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ആ പാലെടുത്ത ആ കപ്പിൽ തന്നെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ട്, തിളപ്പിച്ചാറിയ തണുത്ത വെള്ളം. എന്നിട്ട് ഇതിലാണ് ശരിക്കും കുറേ കൂടെ നമ്മൾ കസ്കസ് ഇടാനുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ മധുരം ഇട്ടിട്ടില്ലേ, കസ്കസ് പിന്നെ നല്ല മധുരം വേണമെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കാം. അപ്പം ശരിക്കും മധുരത്തിനോട് താല്പര്യമില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുപോലെ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഏതിട്ടാലും നമ്മൾ ഇളക്കണം, എങ്കിലേ ആ ഒരു മൊത്തത്തിൽ സെറ്റ് ആവുള്ളൂ. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അതും വീണ്ടും ഫ്രിഡ്ജിൽ വയ്ക്കണം. ഫ്രിഡ്ജിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും വെച്ചേക്കാം. അപ്പോൾ കുടിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കണം. എൻ്റെ പൊന്നെ റിഫ്രഷിങ് എന്ന് പറഞ്ഞാൽ അത് ആ ഒരു നമ്മൾ ഈ ചൂടത്തു നിന്നൊക്കെ ഓടി വന്നിട്ട് കുടിച്ചാലുണ്ടല്ലോ, രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് പുറത്ത് പോകണം, എന്നിട്ട് വന്നെടുത്ത് കഴിക്കണം. സ്വർഗ്ഗം കാണും, അത്രയ്ക്ക് അടിപൊളിയാണ്. അടിപൊളിയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത അടിപൊളി. അപ്പം നിങ്ങളെല്ലാവരും വേണമെങ്കിൽ ട്രൈ ചെയ്തോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ഞാനിപ്പം മെയിനായിട്ട് പുറത്തൊക്കെ പോയിട്ട് വരുമ്പം ഇതാകുമ്പോൾ വലിയ പൈസയൊന്നും കൊടുക്കണ്ടല്ലോ, തണ്ണിമത്തനും ഇതൊക്കെ. അപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ല, ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴുള്ളതാണ് ആ ഒരു വീഡിയോ. ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. തണുത്തതിന് ശേഷമുള്ളതാണ്, ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് ഞാൻ വൈകുന്നേരം എടുത്തതാണ്. ഇത് സംഭവം അത് തന്നെ. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ മടിച്ച് കൊതുകളൊക്കെ പെട്ടെന്ന് വേണമെങ്കിൽ ഉണ്ടാക്കിക്കോ. അതല്ല പാചകം ഒരുപാട് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ
അങ്ങനെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ എക്സ്പേർട്ടുള്ള വീഡിയോ നോക്കിക്കോ. ഇതിപ്പം എന്നെ പോലുള്ളവർക്ക് മടിച്ചൊക്കെയുള്ള വീഡിയോ ആണ്. ഇത് വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഉദ്ദേശമോ മനസ്സോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തോ, വെറുതെ ഒരു സബ്സ്ക്രൈബ്, ആർക്കും നഷ്ടമില്ല.